ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഓക്കെ. കുറച്ച് പേരും കൂടെ വരുമായിരിക്കും തോന്നുന്നു, അറിയില്ല. എന്തായാലും ഇപ്പോൾ 4-5 പേരായിട്ടുണ്ടല്ലേ? യെസ്. നമുക്കിനി പറയാനുള്ളത് ലാസ്റ്റ് വോളിയം ഇൻ്റഗ്രൽ വരെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി ഫണ്ടമെൻ്റൽ തിയറംസ് ഒരു 3-4 തിയറംസ് ഉണ്ട്. ആ 4 തിയറങ്ങളോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ മാത്തമാറ്റിക്കൽ തീരും. പിന്നെ ഒരു ചെറിയ ടോപ്പിക്കുള്ളത് ഡെൽറ്റ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് നമുക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ഫങ്ഷൻ ഫിസിക്സിൽ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം. കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങി പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ, നമുക്ക് മെല്ലെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ വരട്ടെ, വരുന്ന സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ദറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ, and which is written as integral over a line or a path, some vector function dot dl എന്നായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്. ദെൻ അടുത്തത് സർഫസ് ഇൻ്റഗ്രൽ ഓർ ഫ്ലെക്സ് എന്ന് നമ്മളതിനെ വിളിച്ചു. ഓക്കെ, which is integral over a surface some vector function dot ds where ds is also a vector. ദെൻ അടുത്ത് നമ്മൾ പഠിച്ചത് വോളിയം ഇൻ്റഗ്രൽ, which is we represent it as over a volume tau. ഓക്കെ, എന്താണ് സം ടി ഡോട്ട് ഡി ടോ എന്ന് പറയുന്ന സാധനം. ടി ഡോട്ട് അല്ല, ടി ഡി ടോ. ഓക്കെ, ഇവിടെ ഡോട്ടില്ല, കാരണം ഇത് ഈ ടി എന്ന് പറയുന്നതും ഇത് രണ്ടും എന്താണ്, ഓരോ സ്കെയിലാറുകളാണ്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ചില ഫണ്ടമെൻ്റൽ തിയറംസ് ആണ് പറയുന്നത്. ആ ഫണ്ടമെൻ്റൽസ് തിയറത്തിൽ 3 പേര് ഈ വെക്റ്റർ കാൽക്കുലസിലേക്ക് അല്ലെങ്കിൽ വെക്റ്റർ ഇൻ്റഗ്രേഷനിലേക്ക് മാത്രമുള്ളതും അതിന് മുമ്പുള്ള ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ഇത്രേ ഉള്ളൂ. നമുക്കൊരു ഫങ്ഷൻ എഫ് ഓഫ് ഇൻ്റഗ്രൽ df/dx ഇൻറ്റു dx ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അതായത് ഒരു ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും നമുക്കറിയാം. ഓക്കെ, അതായത് ഇത് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഈ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വിചാരിക്കാം, നമ്മുടെ ഫങ്ഷൻ എഫ് ഓഫ് ഒരു സെക്കൻഡ്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം എക്സ് ക്യൂബ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി എഫ് ബൈ ഡി എക്സ് എന്തായിരിക്കും? ഡി എഫ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 3x² എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പം ഡി എഫ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 3x². അപ്പം ഞാൻ ഇതിനെ ഒരു എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്നങ്ങ് വിളിക്കുകയാണ്. ഓക്കെ, ഇതൊരു പുതിയ ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണല്ലോ. അപ്പോൾ അതിനെ ഞാൻ പുതിയൊരു ഫംഗ്ഷൻ എന്ന് വിളിച്ചാൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x² dx ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആക്ച്വലി എനിക്ക് എന്താ കിട്ടുക? 3 × x³ / 3, ദാറ്റ് ഈസ് 3 and 3 got cancel, so I get x³ which is equal to f of x എന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ മീനിങ്. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇൻ്റഗ്രലിനകത്ത് വരുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡി എക്സും ഇൻ്റഗ്രലും കൂടെ ചേർന്നിട്ട് അതിനെ രണ്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള df/dx എന്ന് പറയുന്നത് എന്താണ്?
അതാണ് നമ്മളുടെ ഫംഗ്ഷൻ. അതെന്താണ്? ഒരു ഫംഗ്ഷനിൻ്റെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മുടെ റിസൾട്ട് കിട്ടുക. ഈ റിസൾട്ട് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, ആക്ച്വലി എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലാണ് ഇവിടെ ഇരിക്കുന്ന സാധനം വരിക എന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അത് പോട്ടെ, നമ്മളതിനെ ഇതിപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. നമ്മളൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവിടെ ആക്ച്വലി എഫ് ഓഫ് എക്സ് പ്ലസ് സിയും കൂടെ വരും. സാധാരണ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായുണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ലിമിറ്റ് എയ്ക്കും ബിക്കും ഇടയിലാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ ചെയ്യുക? ഡി എഫ് ബൈ ഡി എക്സ് ഓക്കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് ചെയ്യും. സോറി, എഫ് ഓഫ് എക്സ് അല്ല, സോറി, ഇൻറ്റു ഡി എക്സ് എന്നായിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ ഇൻ്റഗ്രലിൻ്റെ ഈ എഴുതിയിരിക്കുന്ന സാധനത്തിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്ന സാധനം. ഓക്കെ, സം എഫ് ഓഫ് എക്സ് വേഴ്സസ് ഡി എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സും എക്സും കൊണ്ടുള്ള കർവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മീനിങ്, ഈ ഡി എഫ് ബൈ ഡി എക്സിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ മീനിങ് എന്താണ്? ആദ്യം ആക്ച്വലി ഇതിനെ പല 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 പീസുകളാക്കി മാറ്റുക. ഓക്കെ, ഇനി എന്തിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫംഗ്ഷനെ അല്ല, ജസ്റ്റ് എഫ് ഓഫ് എക്സിനെ അല്ല ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, പകരം ഡി എഫ് ബൈ ഡി എക്സിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ, ഓക്കെ, ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് എക്സിലുണ്ടാവുന്ന ചേഞ്ചുകളെയാണ്, ഓരോ സ്ഥലത്തും എക്സിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നു. ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫംഗ്ഷൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. അപ്പം ഇതെന്താണ്? ഒരു കൈൻഡ് ഓഫ് റേറ്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് എന്ന് യൂഷ്വലി പറയുന്നത് നമ്മൾ ടൈമിനാണ്. ആക്ച്വലി ഇതിനെ എന്താ പറയാം? ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഫംഗ്ഷനുള്ള ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്, നമ്മുടെ കയ്യിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനം ഇതാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്. ആ ഫംഗ്ഷനെ ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ദെൻ എ മുതൽ ബി വരെയാണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സ്ലൈസിങ് ആണ് ബേസിക്കലി ചെയ്യുക. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ചെറിയ 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 സ്ലൈസുകളാക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ ഇൻഫിനിറ്റെസിമലി സ്മോൾ പീസസ് ആക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ കേസിൽ എന്ത് പറയുന്നു? ജസ്റ്റ് ഇത്രയും പീസസ് എഴുതുന്നു. ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പം ഇതിൻ്റെ ഈ ഡി എഫ് ബൈ ഡി എക്സിൻ്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇതിൻ്റെ മീനിങ്? ഈ പോയിൻ്റ് എടുക്കുന്നു, ഫസ്റ്റ് പോയിൻ്റ്. ഓക്കെ, 1, 2, 3 ഇങ്ങനെ കുറേ അധികം സെഗ്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് സെഗ്മെൻ്റ് എടുക്കുന്നു. ഫസ്റ്റ് സെഗ്മെൻറ്റിലെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഇത്രയുമുള്ള ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡി എഫ് ബൈ ഡി എക്സിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി എക്സ് ആണെങ്കിൽ, ഓക്കെ, ഫംഗ്ഷൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ വിചാരിക്കാം. എന്താണ്? 3 ഡിഗ്രി സെൽഷ്യസ് പെർ മീറ്റർ എന്നാണെന്ന് വിചാരിക്കാം. എന്ത്? ഇതിൻ്റെ ഡി എഫ് ബൈ ഡി എക്സ് ഇതൊരു റേറ്റ് ആണല്ലോ. അല്ലെങ്കിൽ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്താണ്? ഒരു റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, 3 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അയാൾ പോകുന്ന 3 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അയാളൊരു ഇപ്പോൾ ഇത് എസ് എന്ന് പറഞ്ഞാൽ ഇത് ടൈമാണ്. അപ്പോൾ ഡി ടി അയാൾ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ എത്ര മൂവ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കണം. തന്നിരിക്കുന്ന 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ഫോർ എ പർട്ടിക്കുലർ ചേഞ്ച് ഡി ടി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ആ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 3 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഈസ് 6 മീറ്റർ അയാൾ ട്രാവൽ ചെയ്തു കിട്ടും. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നൊരു സാധനമാണ്. ഇൻ്റഗ്രേഷൻ്റെ ഒരു ഐഡിയ അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കാം. ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതേപോലെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്ന റേറ്റിൽ ഫംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫോർ എ ചേഞ്ച് ഡി എക്സ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡി എക്സിൻ്റെ ചേഞ്ച് ഇത്രയുണ്ട്. ഇതേപോലെ അതിനെ ഞാൻ 1 എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ ഡി എക്സ് എന്ന് പറയുന്നത് ഇതാണ്. അത് എത്രയായിരിക്കും? ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് 2. ഇത് രണ്ടാമത്തത്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സാധനങ്ങൾ താഴേക്കുണ്ടാവും. n നമ്പർ ഓഫ് സാധനങ്ങളുണ്ടാവും. ഓക്കെ, n നമ്പർ ഓഫ് ഈ ടേംസ് ഉണ്ടാവും. അതെല്ലാം കൂടെ എടുത്ത് സം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇൻ്റഗ്രൽ ഡി എഫ് ബൈ ഡി എക്സ്
ഇൻറ്റു ഡി എക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറൊരു മീനിങ് പറഞ്ഞാൽ ഓരോ ഇപ്പം എഫിൻ്റെ ഇവിടെ മുതൽ എ മുതൽ ബി വരെ ഉള്ളപ്പം ഉള്ള ഓരോ സ്റ്റെപ്പിലും എഫ് എത്ര ചേഞ്ച് ചെയ്യുന്നു അതാണ് ഇത്. ഓരോ ഡി എക്സ് സ്റ്റെപ്പിലും എഫ് ഡി എക്സ് ടുവിൽ ഇത്ര ചേഞ്ച് ചെയ്തു, ഡി എക്സ് വണ്ണിൽ ഇത്ര ചേഞ്ച് ചെയ്തു, അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ എഫ് ഓഫ് എക്സ് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഓരോ ഇൻഡിവിജ്വൽ സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കണ്ടുപിടിക്കാൻ അതേപോലുള്ള എല്ലാം കൂടെ ആഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പിലെയും ചേഞ്ച് എടുത്ത് ആഡ് ചെയ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എ ടോട്ടൽ ചേഞ്ച് അല്ലേ. ആ ടോട്ടൽ ചേഞ്ച് ആണ് എന്ത്, ഇൻ്റഗ്രൽ എ ടു ബി ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് ഞാൻ എഴുതുന്നത്. അതായത് ഒരു ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അത് ഓവർ എ പീരീഡ് എ ടു ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഓരോ സ്റ്റെപ്പിലെയും ചേഞ്ചുകൾ ഞാൻ ആഡ് ചെയ്ത് മേളിലേക്ക് പോവാം. അങ്ങനെ പോകുമ്പം എനിക്ക് കിട്ടുന്നത് ആക്ച്വലി എഫ് ഓഫ് എക്സ് ഫ്രം ദ ലിമിറ്റ് എ ടു ബി എന്നായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇത് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാം, ഇത് നമ്മളിങ്ങനെയാണ് ഇൻ്റഗ്രൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഫംഗ്ഷൻ്റെ പിക്ചർ നോക്കുക, ആ ഫംഗ്ഷനകത്ത് ഈ പോയിൻ്റാണ് എൻ്റെ എഫ് ഓഫ് എ, അതേപോലെ ഈ പോയിൻ്റാണ് എഫ് ഓഫ് ബി. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇതാണ്. ഓക്കെ, അതായത് ഫണ്ടമെൻ്റൽ ഈ താഴെ എഴുതിയ ഈ സാധനം നമ്മൾ യൂഷ്വലി ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്, അല്ലെങ്കിൽ അതെ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ മുതൽ എ മുതൽ ബി വരെ പോകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ ചേഞ്ചുകൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇവിടെ 1 സെൻറ്റിമീറ്റർ കൂടി 1 സെൻറ്റിമീറ്റർ കൂടി 1 സെൻറ്റിമീറ്റർ കൂടി ഇങ്ങനെ എത്ര കൂടി എന്ന് മെഷർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടോട്ടൽ ചേഞ്ച് കിട്ടും. അതിലും എളുപ്പമല്ലേ ഫംഗ്ഷൻ്റെ ഇവിടുത്തെ വാല്യൂം കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി നമ്മൾ പറയാം അതേ എക്സാമ്പിൾ തന്നെ. നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു വലിയ ടവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടവറിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇതിപ്പം ഇതിന് വേറൊരു എക്സാമ്പിൾ ഇത് പറയുന്നത് ഈഫൽ ടവറാണ് അവർ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഗ്രിഫിത്തിൽ പറയുന്നുണ്ട്. അപ്പം ഒരു ടവറിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വലിയ ലാഡർ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ എന്ത് ചെയ്യും, കയറുന്ന സമയത്ത് ഒരു ചെറിയ സ്കെയിൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിലാണെന്ന് വിചാരിക്കുക, ഒരു വലിയ ടവർ മെഷർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഇവിടെ എത്ര റൈസ് ചെയ്തു, 15 സെൻറ്റിമീറ്റർ റൈസ് ചെയ്തു, പ്ലസ് വീണ്ടും എന്ത് ചെയ്തു, 15 സെൻറ്റിമീറ്റർ റൈസ് ചെയ്തു, പ്ലസ് ഓരോ സ്റ്റെപ്പിലും സ്കെയിൽ വെച്ച് എനിക്ക് എവിടെ വരെ പോവാം, ഇവിടം വരെ പോവാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആ 15 പ്ലസ് എത്ര എണ്ണം വരുമോ അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടും. ആക്ച്വലി ഞാൻ ഇത്രയും മെനക്കെടേണ്ട ആവശ്യമില്ല. ദർ ഈസ് സംതിങ് കോൾഡ് ആൾട്ടിമീറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സ്ഥലത്ത് ആ സാധനം കൊണ്ടുവച്ചാൽ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന്, അല്ലെങ്കിൽ സീ ലെവലിൽ നിന്ന് ഓക്കെ എത്ര ഹൈറ്റിലാണെന്ന് നിങ്ങളുടെ ജി പി എസ് വഴി അറിയാൻ പറ്റും. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എത്ര ഹൈറ്റിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുള്ളത് അറിയാൻ പറ്റും. സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടോ, എത്രയാണ് MSL പ്ലസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ MSL പ്ലസ് 235 എന്നോ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് പലയിടത്തും. അത് മീൻ സീ ലെവലിൽ നിന്നും ഇത്രയും ഹൈറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ആൾട്ടിമീറ്റർ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നു. അപ്പോൾ അത് സം 300 എന്ന് കാണിച്ചു എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, ഞാൻ വെറുതെ ആർബിട്രറി ആയിട്ട് വെറുതെ പറയുകയാണ് വാല്യൂ. ഇവിടെ വന്നപ്പോൾ ഒരു 250 എന്ന് കാണിച്ചു എന്ന് വിചാരിക്കുക. ദെൻ ദിസ് ഡിഫറൻസ് 300 മൈനസ് 250 ചെയ്താൽ പോരെ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓരോന്നും എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് മേളിൽ വരെ പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്ത് പോകുന്നതിന് പകരം അതാണ് ഇൻ്റഗ്രേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഈ കർവിലൂടെ ഫുള്ള് സഞ്ചരിച്ച് ആഡ് ചെയ്ത് പോകുന്നതിന് പകരം എൻഡ് പോയിൻറ്റ്സ് മനസ്സിലാക്കുക, ആ എൻഡ് പോയിൻറ്റ്സിലെ വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുക, യു ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയും. ഓക്കെ, അതായത് നിങ്ങൾക്ക്
ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഇവിടം വരെ എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായിട്ട് അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ഇൻഡിവിജ്വൽ പോയിന്റിലെയും ചേഞ്ച് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, ഈ പോയിന്റിലെ വാല്യൂ എന്ത്, ഈ പോയിന്റിലെ വാല്യൂ എന്ത്, അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ആ ഒരു സിമ്പിൾ സാധനത്തിലേക്ക്, അതായത് ഒരു കർവിനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, അത് എല്ലാ ഫംഗ്ഷനിലും പറ്റില്ല, ഇവിടം ഇങ്ങനെ df/dx ഫോമിൽ അല്ലെങ്കിൽ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എനിക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോകുന്നതിന് പകരം രണ്ടെണ്ണം എടുക്കുക, ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബേസിക് കാൽക്കുലസിലെ സാധനമാണ്. നമ്മൾ വെക്ടർ കാൽക്കുലസിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് പഠിച്ചു, ഡൈവേർജൻസ് പഠിച്ചു, കേൾ പഠിച്ചു. ഈ മൂന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തും ഓരോ ഫണ്ടമെൻ്റൽ തിയറംസ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ പലയിടത്തും ഉപയോഗിക്കുന്നതാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനമാണ്. നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും. അതായത് +2 NCERT ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ മാക്സ്വെൽസ് ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോസ് കൂടിയേ തീരുള്ളൂ. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ പറയുന്ന ഒരു ഫോമുണ്ട്, ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. ആ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഗോസസ് ലോ നമ്മൾ ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു ഫൈ അല്ലേ, ഫൈ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് Q/ε, ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നമ്മളെവിടെ എഴുതി, +2 എഴുതി. ഇതിനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് നമ്മുടെ ഡെല്ലിൻ്റെ ഒക്കെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ആ രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന 3 ലോസ് ഉണ്ടെങ്കിലേ പറ്റൂ. ഈ ലോ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, സാധാരണ കാൽക്കുലസിലുള്ള ഒരു ലോയ്ക്ക് ഇക്വലൻ്റ് ആണ്. അതായത് ഒരു കർവ് മൊത്തം നിങ്ങൾ നോക്കണ്ട, അതിൻ്റെ ബൗണ്ടറി നോക്കിയാൽ മതി. അതേപോലെ എന്തിനെങ്കിലും കുറിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾ അതിൽ മൊത്തവും കടന്ന് തിരയാതെ അതിൻ്റെ എൻഡ് അല്ലെങ്കിൽ ബൗണ്ടറിയിൽ മാത്രം തിരയുക എന്നുള്ള അവസ്ഥയുണ്ടാവും. അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയാം. അതായത് അത് നിങ്ങൾക്ക് എക്സാക്ട്ലി അത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ എന്താണ്, ഒരു ലൈനാണ്. ഈ ലൈനിന് മൊത്തം കിടന്ന് തരാതെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനി ഒരു സർഫസിൽ എന്തോ ഒരു കാര്യം പഠിക്കണം, നമുക്കിതെല്ലാം വരും കേട്ടോ, ഇത്തിരി അങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഈ സർഫസിൽ മൊത്തവും നടന്ന് അളക്കാതെ സർഫസിൻ്റെ ബൗണ്ടറി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സർഫസിൻ്റെ ഒരു ലൈനിൻ്റെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതേപോലെ ഒരു സർഫസിൻ്റെ ബൗണ്ടറി എന്ന് പറയുമ്പം ഒരു ലൈനാണ്, ഒരു കർവായിരിക്കും. ഓക്കെ, ഒരു ക്ലോസ്ഡ് കർവായിരിക്കും. അതേപോലെ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വോളിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വോളിയത്തിൻ്റെ ബൗണ്ടറി എന്താണ്, ഒരു സർഫസാണ്. ഒരു സർഫസ് കൊണ്ട് കവർ ചെയ്താലാണല്ലോ ഒരു വോളിയം ഉണ്ടാവുക. അപ്പം സർഫസ്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന, അതായത് ഒരു ലൈനിനെ നിങ്ങൾക്ക് 2 പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു സർഫസിനെ നിങ്ങൾക്ക് ഒരു ലൈനുമായിട്ട് കണക്ട് ചെയ്യാം, വോളിയത്തെ നിങ്ങൾക്ക് ഒരു സർഫസുമായിട്ട് കണക്ട് ചെയ്യാം. ഈ കണക്ഷനാണ് ഇനി പറയുന്ന 3 ലോസ്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെച്ചോ, നമുക്കത് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആളെ നമുക്ക് നോക്കാം. ആദ്യത്തെ ആളെ നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ്. ഫണ്ടമെൻ്റൽ തിയറം ഫോർ നേരത്തെ തിയറം ഒന്ന് എഴുതിയെടുത്തേക്കണേ. ഇത് ഇൻ്റഗ്രൽ, ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ യൂസ് ടു ആണ് ഈ സാധനം. പക്ഷേ ഇനിയുള്ളത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വർഷം മാത്സിൽ പഠിക്കാനുള്ളതാണ്. നിങ്ങളത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസൊക്കെ മാത്സിൽ ചെയ്യും. ഫിസിക്സിലും അതിൻ്റെ കുറച്ച് സാമ്പിൾ ഈ ചാപ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, ഈ ഫിഗറുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന പോലെ
ഇതിപ്പോൾ നേരത്തെ നമ്മൾ വരച്ച കർവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇങ്ങനെയാണ് വരച്ചത്. കാരണം എന്തായിരുന്നു, അതൊരു ഓക്കെ. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ്, അതായത് നമ്മൾ നേരത്തെ വരച്ചത് ഒരു പ്ലെയിനിലായിരുന്നു. പക്ഷേ ഈ കർവ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു സ്പേസിലെ ഒരു ലൈനാണ്. എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു, എ മുതൽ ബി വരെ പോകുന്നു. ഓക്കെ, ഈ എ മുതൽ ബി വരെ പോകുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ലൈൻ ഇൻ്റഗ്രലാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്പേസിൽ, അതായത് ഇപ്പോൾ ഈ ഫിഗറിൽ, ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഫിഗർ തന്നെയാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നതും. ഓക്കെ, ഇതൊരു പ്ലെയിനിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് കുറേ ലൈൻസ് വരച്ചിരിക്കുന്നതും അതിൻ്റെ ഡിവിഷൻ, അതായത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ. അപ്പം ഇതാണ് നമ്മുടെ കർവ്. ആ കർവ് എ മുതൽ ബി വരെ പോകുന്നു. ഓക്കെ, ആ എ മുതൽ ബി വരെ പോകുന്ന കർവിനെ എനിക്ക് എന്ത് ചെയ്യാം, ആ കർവ് നിൽക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്, ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്. ഒരു വെക്റ്റർ ഫീൽഡിലൂടെയാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി സം വി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഒരു വിക്ക് പകരം വി എൽ എടുക്കുന്നത് സം ടി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫീൽഡുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് ഡി ടി, അതായത് നമ്മുടെ ടെമ്പറേച്ചറിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗ്രേഡിയൻറ്റ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെൽ ടി ഡോട്ട് ഡി എൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ചേഞ്ച് ഇൻ, നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഇങ്ങനെ ഒരു ക്യൂബൊക്കെ വരച്ചിട്ടൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു, ഓർമ്മയുണ്ടാവും. ഓക്കെ, അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുമ്പോഴുള്ളത് ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ സം, ഇങ്ങനെയായിരുന്നു എഴുതുന്നത്, ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ബാക്കിയും കൂടെ ഞാൻ എഴുതുന്നില്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിയിട്ട് ഐ ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ. ഓക്കെ, ഇൻറ്റു ഡി എക്സിന് ഞാൻ എന്തെഴുതുന്നു, ഐ ഡി എക്സ് പ്ലസ് ജെ ഡി വൈ എന്ന് എഴുതുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റിന് ഇക്വലൻ്റ് ആണ് ഈ സാധനം. ഈ സാധനത്തിന് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ഈ സാധനത്തിന് ഞാൻ എന്ത് വിളിച്ചു, ഇത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് ഉണ്ടെങ്കിൽ ഡെൽ ഐ, ദാറ്റ് ഈസ് ഡെൽ ടി ഡോട്ട് ഇതെന്താണ്, ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് എഴുതുന്ന സാധനം ഡി എൽ ആണ്. ഓക്കെ, ഇങ്ങനൊരു സാധനം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡി ടി എന്ന് പറയുന്നത് ഡെൽ ടി ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എ മുതൽ ബി വരെയുള്ള ഓക്കെ ഈ ഈ ഡി ടി, ഓക്കെ, അതായത് എയിൽ നിന്ന് നിങ്ങൾ ബിയിലെത്തിയാൽ, എയിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്ത് ബിയിലെത്തി കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ സം പർട്ടിക്കുലർ വാല്യൂയിൽ നിന്ന് കൂടി ഒരു വേറൊരു വാല്യൂ, അല്ലെങ്കിൽ ടി എയിൽ നിന്ന് ടി ബിയിലേക്ക് എത്തുന്നു. ഓക്കെ, അങ്ങനെ എത്തുമ്പോൾ അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പം ടിക്കുണ്ടാവുന്ന ടോട്ടൽ ചേഞ്ച് എത്രയാണെന്നാണ് എനിക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, അതായത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡി ടി ഇൻക്രീസ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഫൈനലി ബിയിലെത്തുമ്പം എത്ര കൂടി എന്ന് കണ്ടുപിടിക്കണം. അതായത് ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ ഇതിനെ പല പീസസ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം ഈ ഓരോന്നിലും ഇത് എത്രയാണ് കൂടുന്നത്, ഓരോന്നിലും ഇതിൻ്റെ കൂടുന്നത് ഡെൽ ടി ഡോട്ട് ഡി എൽ ആണ്. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ഓരോന്നിലും കൂടുന്നത് ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ എ ടു ബി ഡി ടി എടുത്താൽ മതി. ആ എ ടു ബി ഡി ടിയെ ഓക്കെ, ഒരു ഫംഗ്ഷൻ ഡി ടി വേരി ചെയ്യുന്നുണ്ട് ഓരോ സെഗ്മെൻറ്റിലും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേരിയേഷൻ എന്താണ്, ഡി ടി. പക്ഷേ ആ ഡി ടി എനിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെല്ലിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയാൽ, 3 ഡയമെൻഷൻ ആകുമ്പം ഡെല്ലിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയാൽ അതിനെ എനിക്ക് എന്തെഴുതാം, ഡെൽ ടി ഡോട്ട് ഡി എൽ എന്ന് എനിക്ക് എഴുതാം. അപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഓരോ ലൈൻ എലമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് DL1 DL2 DL3 DL4 എന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ എല്ലാം എന്ത് ചെയ്യും, ഡെൽ ടി ഡോട്ട് ഡി എൽസ് ഇവാലുവേറ്റ് ചെയ്യും. 1 ഇവിടുന്ന് ഒരെണ്ണം, ഇവിടെ 2 3, എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഐ ഗെറ്റ് ദ ചേഞ്ച് ഫ്രം എ ടു ബി. നിങ്ങൾ ആ ചേഞ്ച്, അതായത് ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ ടി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പകരം എന്ത് ചെയ്താൽ മതി, ടി ഓഫ് ബി മൈനസ് ടി ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. യു ഗെറ്റ് ദ ടോട്ടൽ ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പോലെ ഒരു സാധനമാണ്. അതിൻ്റെ ഏതാണ്ട് 3 ഡയമെൻഷനിലേക്ക് വരുന്ന ഇക്വലൻ്റ് ആണ്. അതായത്
നിങ്ങൾ ഇതിൻ്റെ തിയറി ഈ പാർട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കുക. ഒരു ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ ടി ഡോട്ട് ഡി എൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്ത് ചെയ്താൽ മതി? അപ്പം നമുക്ക് പറയാത് മൈനസ് ടി ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ടി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഇസഡ് എന്ന് തന്നു വിചാരിക്കാം. എന്നിട്ട് യു ആർ ആസ്ക് ടു ഫൈൻഡ് ഇൻ്റഗ്രൽ ഡെൽ ടി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു എ ടു ബിയിൽ. ഓക്കെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്? ടി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഡെൽ ടി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽ ടിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഡി എല്ലുമായിട്ട് ഡോട്ട് എടുക്കും. അപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിനെ എയിൽ നിന്ന് ബിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. സിമ്പിൾ. ഓക്കെ, പക്ഷേ അത്രയും പോലും നിങ്ങൾ ചെയ്യേണ്ട. ഇഫ് ദിസ് ഈസ് ഡെൽ ടി ഡോട്ട് ഡി എൽ ആണെങ്കിൽ ഓക്കെ, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് ബി മൈനസ് ടി ഓഫ് എ എന്ന് എഴുതാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് വെറും ഒരു മാത്തമാറ്റിക്കൽ കൺവേർഷൻ എന്നതിലപ്പുറം, അതായത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് മാത്തമാറ്റിക്കലി അത്ര ഉള്ളു സാധനം. പക്ഷേ അതിനൊരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എയിൽ തുടങ്ങി ബിയിലേക്ക് പോവാണ്. ഓക്കെ, ആ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, നമ്മളിപ്പോൾ വരച്ച ഒരു പാത്ത് പോവാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോവാം. എന്ന് വെച്ചാൽ ദർ ആർ എ നമ്പർ ഓഫ് പാത്ത്, ഒരുപാട് പാത്തുകളുണ്ട് ഇവിടെ. അതിൽ ഏത് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്താലും പ്രശ്നമില്ല. എന്ത്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിലേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ടി ബി ടി എ, അതായത് ഇനിഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് ടിയുടെ വാല്യൂസ് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് വരുമ്പം ടിയിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഇവിടുത്തെ വാല്യൂനെയും ഇവിടുത്തെ വാല്യൂനെയും, ടി ഓഫ് എയും ടി ഓഫ് ബിയെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഒരു പേരുണ്ട്. ദേ ആർ കോൾഡ് പോയിന്റ് ഫംഗ്ഷൻസ്. നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ യൂഷ്വലി തെർമോയിൽ അത് യൂസ് ചെയ്യുക. ദെൻ ദർ ഈസ് എ കൈൻഡ് ഓഫ് ഫംഗ്ഷൻസ് കാൾഡ് പാത്ത് ഫംഗ്ഷൻസ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിന് ഈ പ്രോപ്പർട്ടി ഇല്ല. പോകുന്ന പാത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, ഇതിനെ രണ്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് അങ്ങനെയുള്ള ഫംഗ്ഷൻസാണിത്. അപ്പോൾ ഈ ഫംഗ്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഇത് ചെയ്താൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം നമ്മുടെ ലോ എന്താണ്. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ലോ ആണേ. നമ്മൾ വേറെ ഒരുപാടിടത്ത് ഇത് വരുന്ന സാധനമാണ്. ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ ടി ഡോട്ട് ഡി എൽ is equal to t of b minus t of a. അല്ലെങ്കിൽ നേരെ തിരിച്ച് വായിച്ചാൽ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോഴുള്ള ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനിഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇനിഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടുന്ന് കറങ്ങി തിരിച്ച് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. എ ബി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ എ ടു ബി പ്ലസ് ഇൻ്റഗ്രൽ ബി ടു എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി, ഈ ഇൻ്റഗ്രലിനെ തിരിച്ചു കഴിഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി. പക്ഷേ എ ടു ബിയും രണ്ട് പാത്താണ്. ഇത് പാത്ത് 1ലും ഇത് പാത്ത് 2ലും. പാത്ത് 1ഉം പാത്ത് 2 ആണ്. പക്ഷേ രണ്ട് പാത്തിലും ഇതെന്താണ്? സെയിം ആണ്. കാരണം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. സോ ഇതെന്താവും? 0 ആവും. അതായത് പോയിന്റ് ഫങ്ഷൻസ് അഥവാ സ്റ്റേറ്റ് ഫങ്ഷൻസിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളൊരു ക്ലോസ്ഡ് പാത്തിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ഓക്കെ, ക്ലോസ്ഡ് പാത്തിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വർക്ക് ഡണ്ണിന് എന്തുണ്ടായിരുന്നു പ്രത്യേകത? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പോയിന്റ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ അങ്ങനെ എടുത്ത് പറയണം ആക്ച്വലി. അതായത് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി, ഒരു വർക്ക് ഡൺ ഉണ്ട്, തിരിച്ച് വീണ്ടും ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ വർക്ക് ഡൺ ഈസ് 0. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. യുവർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0, സോ ദ വർക്ക് ഡൺ ഈസ് 0. അപ്പോൾ ഈ ക്യാരക്ടർ ഉള്ള സാധനങ്ങളെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ
അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാധനങ്ങളെല്ലാം എനിക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ യൂഷ്വലി എഴുതുന്നത് എഫ് ഡോട്ട് ഡി എസ് എന്നാണ്. ഈ എഫ് ഡോട്ട് ഡി എസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? നിങ്ങൾ ഫസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് വാല്യൂ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ എഫിനെ ഓക്കെ അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ 0 ആവുമല്ലോ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ ഓവർ എ ക്ലോസ്ഡ് പാത്ത് എഫ് ഡോട്ട് ഡി എസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഓവർ എ പാത്താണ്, ലൈൻ ഇൻ്റഗ്രലാണ്, എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫിനെ എനിക്ക് എന്തായിട്ട് എഴുതാം? ഒരു ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ വി. നമ്മൾ ഫോഴ്സിൻ്റെ കേസിൽ നമ്മളൊരു മൈനസും കൂടെ കൊടുക്കും. ഓക്കെ, അതായത് ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളാണിത്. ഓക്കെ, അതായത് നിങ്ങൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രൽ എ ടു ബി, ഞാൻ തൽക്കാലം സൈൻ എടുക്കുന്നില്ല, ഡെൽ വി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓർ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ബി മൈനസ് വി എ ആണ് ഈ സാധനം. അതായത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്, ഈ പോയിൻറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ മീനിങ്ങും കൂടെ ഇതിനകത്തുണ്ട്. അതായത് എൻഡ് പോയിൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അതാണെന്ത്? ടി എന്ന് പറയുന്ന സാധനം എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 വരുന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് ദാറ്റ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഓർ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് എ ഗ്രേഡിയൻറ്റ് ഓഫ് സം സ്കെയിലാർ ക്വാണ്ടിറ്റി. അതേപോലെ അതാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ആ സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽ ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. അതായത് ഡെൽ ടി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷനെ ഇതിനെ മൊത്തത്തിൽ അങ്ങനെ വിളിക്കാം. ഇതൊരു എഫ് എന്ന് വിചാരിക്കുക. എഫ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷനുണ്ട്. അതിനെ നിങ്ങൾ ക്ലോസ്ഡ് പാത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ എഫിനെ എനിക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന സാധനം 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഇയെ നമ്മൾ മൈനസ് ഡോ വി ബൈ ഡോ ആർ അല്ലെങ്കിൽ ഡോ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നിങ്ങൾ +2 കണ്ടിട്ടുണ്ടാവും. +2 ഇത് മാത്രം പറയുന്നുണ്ട്. ഇതിനെ ഡെല്ലിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഗ്രിക്കേ ചെയ്യുള്ളൂ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പം ഈ സാധനങ്ങളൊക്കെ വീണ്ടും കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻ്റഗ്രൽ ഡെൽ ടി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഓവർ എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഇതാണ് കുറച്ചുകൂടെ നമുക്ക് വേണ്ടുന്ന സാധനം. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടി ബി മൈനസ് ഓവർ എ ടു ബി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ടി ബി മൈനസ് ടി എ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇത് 0 ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെയല്ല, സം f1 ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ f1നെ എല്ലാം എന്ത് ചെയ്യാം? എന്തോ ഒരു സാധനത്തിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. കൺസർവേറ്റീവ് ഫോഴ്സിലാണ് ഈ സാധനം വരുന്നത്. ഈ ലോ ഉപയോഗിച്ചാണ് നിങ്ങൾ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഒരു പക്ഷേ. നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവാൻ വഴിയുണ്ട്. അതോ ഇനിയാണോ പഠിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. എനിവേ, ഇത്രയാണ് അതിൻ്റെ ഒരു ബേസ് സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഓക്കെ, ഇനി 2 ലോയും കൂടെ ഉണ്ട്. ആ ലോയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അടുത്തത് ഫണ്ടമെൻ്റൽ തിയറം ഫോർ കേൾ. ഓക്കെ, ആക്ച്വലി ഫിയറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഡെൽ ടി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ. ഓക്കെ, ഫണ്ടമെൻ്റൽ തിയറം ഫോർ കേൾ എന്ന് പറഞ്ഞാൽ ആ തിയറം അങ്ങ് എഴുതാണ്. അത് ഓവർ എ സർഫസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓവർ എ സർഫസ് ഡെൽ ക്രോസ് വി. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിലൊരു വെക്ടറാണ്. ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു സർഫസ് ഇൻ്റഗ്രലാണ്. ഡെൽ ക്രോസ് വി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വി ഡോട്ട് ഡി എൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ വി ഡോട്ട് ഡി എൽ. ഇതാണ് എന്തിൻ്റെ മീനിങ് അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷൻ? ദിസ് ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ തിയറം ഫോർ കേൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. ദിസ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോക്സ് തിയറം.
ഓക്കെ, ഇതിനെ സ്റ്റോക്സ് തിയറം എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ പിന്നീട് പലയിടത്തും കേൾക്കും. ഓക്കെ, മാത്സിൽ ഉറപ്പായിട്ടും ഈ സെമ്മിൽ നന്നായിട്ട് കേൾക്കും. ഓക്കെ, അപ്പം ഡെൽ ക്രോസ് വി ഡോട്ട് ഡി എസ് എന്താണിതെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ഇൻ്റഗ്രലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. എന്തായാലും ഇവിടെ നമ്മളൊരു സർഫസ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സർഫസ് ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങൾക്കൊരു ഒരു ഒരു സർഫസ് ഉണ്ട്. ഓക്കെ, ബൗണ്ടഡ് ബൈ എ കർവ്. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ബൗണ്ടഡ് കർവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ സർഫസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലാറ്റ് സർഫസ് ആവണമെന്നില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസ് വേണമെങ്കിൽ ആവാം. ഓക്കെ, ഈ ഒരു നെറ്റൊക്കെ പോലെ ഇരിക്കും. നെറ്റല്ല, ഇങ്ങനൊരു തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഓക്കെ, അതൊരു പ്ലെയിന് ഫ്ലാറ്റായിട്ടിരിക്കത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം, അല്ലാണ്ട് സർഫസ് ഫ്ലാറ്റ് സർഫസ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് ഈ സർഫസിൻ്റെ മുകളിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവാമെന്ന് അർത്ഥം. ഓക്കെ, സൈഡിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഡെൽ ക്രോസ് വി ഡോട്ട് ഡി, അപ്പോൾ ഈ സർഫസ് ഉള്ള സ്ഥലത്ത് എന്തുണ്ട്, ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഡെൽ ക്രോസ് വി ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഓരോ ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽ ക്രോസ് വി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു സ്ക്വയർ എടുക്കുന്നു, ഡെൽ ക്രോസ് വി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡെൽ ക്രോസ് വി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ കേളിംഗ് എഫക്റ്റ്, ഈ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സർഫസിലെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. അതാണല്ലോ ഈ എഴുതിയിരിക്കുന്ന മീനിങ്. അതായത് ഡെൽ ക്രോസ് വികളെല്ലാം ഓരോ സർഫസിലും കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഡി എസുമായിട്ട് ഡോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ സം എടുക്കുകയാണ്. ഓക്കെ, അതായത് ഡോട്ട് ചെയ്യുമ്പോൾ എന്താവും, ഡി എസ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക്, ഇവിടെ എല്ലാം റൊട്ടേഷൻസ് ഉണ്ട്. ഈ റൊട്ടേഷൻ എല്ലാം എന്താവണമെന്നില്ല, ഈ പ്ലെയിനിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന സാധനമില്ല. ചിലപ്പോൾ ചരിഞ്ഞ് വരാം, ചിലപ്പോൾ അങ്ങോട്ട് വരാം. അങ്ങനെ പല പല ഡയറക്ഷനിലായിരിക്കും ഈ കേളെല്ലാം. ആ കേളിൽ ഡി എസ് എന്ന് പറയുന്ന ഏരിയ എലമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ കാണത്തുള്ളൂ. അതായത് ഇങ്ങനെ വരച്ചാൽ, ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഇതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഒരു ഏരിയ കാൽക്കുലേറ്റ്, എലമെൻ്റൽ ഏരിയ എടുക്കുന്നു. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നേരെ മേളിലേക്കാണ്. ഞാൻ ഇവിടെ കേള് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ കേള് പക്ഷേ ഇച്ചിരി ചരിഞ്ഞിട്ടാണെന്ന് വിചാരിക്കും, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ കേളിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഡി എസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡയറക്ഷനിൽ പോകുന്ന കേളിന് ഇങ്ങോട്ട് എത്ര കമ്പോണൻ്റ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ ഏരിയയുടെ ഡയറക്ഷനിൽ കേളിന് എത്ര കമ്പോണൻസ് ഉണ്ടെന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സമ്മപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഇൻ്റഗ്രലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നത്. ഇനി റൈറ്റ് ഹാൻഡിലേക്ക് വന്നാലോ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കേള് മൊത്തത്തിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ വേറൊരു രീതിയിൽ ഇതിനെ വരയ്ക്കാം. ഈ കേളിനെ, ഹലോ, ഓക്കെ, ഈ കേളിനെ ഞാൻ കർവിന് പകരം ഞാൻ എങ്ങനെ വരയ്ക്കുന്നു, ഒരു സ്ക്വയർ ഫോമിൽ വരയ്ക്കുന്നു വിചാരിക്കാം. ഇതാണ് എൻ്റെ ടോട്ടൽ സർഫസ് എന്ന് വിചാരിക്കുക. ഒരു കൺസെപ്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡെറിവേഷൻ ആക്ച്വലി നമുക്ക് പഠിക്കാനില്ല, മാത്തമാറ്റിക്സ് വർക്ക് എന്തോ ഉള്ളൂ പഠിക്കാൻ. സോ ഇവിടെ ഇങ്ങനെ, ഇതേപോലെ തന്നെ വരയ്ക്കാം. ഇവിടെ ഒരു കേള് ഇങ്ങനുണ്ട്, ഇവിടെ ഒരു കേള് ഇങ്ങനുണ്ട്. അതേപോലെ നേരെ താഴെ എടുത്താലും എന്തുണ്ട്, കേൾ ഇങ്ങനുണ്ട്. അപ്പോൾ ഈ കേളിൻ്റെ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ എങ്ങോട്ടായിരിക്കും, ഇവിടുത്തെ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, എല്ലാം ഒരേപോലെയാണെന്ന് തൽക്കാലം വെറുതെ വിചാരിക്കുക. ഒരു പ്ലെയിനിലാണെങ്കിൽ ഉള്ള കാര്യമാണ്, ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി, നോട്ട് എ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനകത്തുള്ള സ്ഥലത്ത് നോക്കുക. അതായത് ഇവിടെ ഈ കേളിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ഈ കേളിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. അതേപോലെ ഇതെന്ത് ചെയ്യും, ഇതും കൂടെ ക്യാൻസലായി പോവും, ഇതും കൂടെ ക്യാൻസലായി പോവും. ദെൻ ഇതും കൂടെ ക്യാൻസലാവും, ഇതും കൂടെ ക്യാൻസലാവും. അകത്തുള്ളവരെല്ലാം എന്ത് ചെയ്യും നോക്കിയാൽ മനസ്സിലാവും, അകത്തുള്ള അടുത്തടുത്തുള്ള രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതായത് ഒന്ന്
ഇങ്ങോട്ടായിരിക്കും, ഒന്ന് ഇങ്ങോട്ടായിരിക്കും. ഇത് തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. ഇവിടെ ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, ക്യാൻസലായി പോയി. അങ്ങനെ അകത്തുള്ള എല്ലാവരും ക്യാൻസലായി പോയാലും പുറത്തുള്ളൊരു ബൗണ്ടറി മാത്രം ഞാനൊന്ന് എടുത്ത് വരയ്ക്കാവേ. ആ പുറത്തുള്ള ബൗണ്ടറി മാത്രം ഞാനെടുത്ത് മാറ്റിയാൽ ഇത് എക്സാക്ട്ലി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഓരോ സർഫസും ചെറുതെടുത്ത് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ബൗണ്ടറി കൂടെ ഒന്ന് നടന്ന് v.dl കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. അതാണ് എന്ത് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പക്ഷേ v.dl കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ കേളിൻ്റെ എഫക്റ്റ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ബൗണ്ടറിയിൽ എവിടെയായാലും നിങ്ങൾ ഇടയ്ക്ക് മിസ്സാവുന്നുണ്ടോ? ഹലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൊത്തം നടന്ന് നിങ്ങൾ കറങ്ങണ്ട, പകരം എന്ത് ചെയ്താൽ മതി? ആ ബൗണ്ടറിയിലൊന്ന് കറങ്ങിയാൽ മതി എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ ഈ ലോ എന്ന് പറയുന്നത്. അതായത് ഇതും ഈക്വലൻ്റ് ആണ്. അതിൻ്റെ ഗ്രിഫിത്തിലൊരു ഫിഗർ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ ഇൻഡിവിജ്വലി കറങ്ങുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വിച്ച് ഈസ് ഈക്വലൻ ടു ദാറ്റ് ഓഫ്, ഇങ്ങനെ കേള് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം, ഇതെന്ത് വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനല്ല, കേൾ ഓഫ് ഒരു വെക്ടർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ബൗണ്ടറി കൂടെയുള്ള ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദിസ് കണക്ട്സ് എ പാത്ത് ഇൻറ്റഗ്രൽ വിത്ത് എ സർഫസ് ഇൻറ്റഗ്രൽ. ഓക്കെ, അപ്പം ഒരു ഓവർ എ പാത്ത് v.dl എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു സ്ഫിയർ. ഓക്കെ, ആ കേസിൽ ക്ലോസ്ഡ് സർഫസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് സർഫസിൻ്റെ ബൗണ്ടറി എന്തായിരിക്കും? അതായത് ഒരു ബോൾ അല്ലെ ഒരു ബലൂൺ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബലൂൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബലൂണിൻ്റെ ബൗണ്ടറി എവിടെയാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ബലൂൺ എന്ന് പറയുന്ന ഒരു സർഫസ് ആണല്ലോ, ഒരു ക്ലോസ്ഡ് സർഫസ് ആണല്ലോ. ഓക്കെ, സർഫസ് ആണ്, അതിനകത്ത് വോളിയം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട, ആ സർഫസിനെ വളച്ച് തിരിച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ബൗണ്ടറി എന്താണ്? എനിക്ക് വേണമെങ്കിൽ ആ ബലൂണിനകത്ത് ഇങ്ങനൊരു റൗണ്ട് വരയ്ക്കാം അല്ലേ? പക്ഷേ എനിക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. ഇവിടെ ഒരു ലൈൻ വരച്ചാലും അതെന്താണ്? അതിൻ്റെ ബൗണ്ടറിയാണ്. ഇവിടെ ഒരു ചെറുത് വരച്ചാലും ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി എനിക്ക് എന്താക്കി മാറ്റാം? ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ സിംഗിൾ പോയിൻറ്റ്. ഓക്കെ ഓക്കെ, എന്തോ പറ്റി? കണക്ടിവിറ്റി എന്തോ പ്രശ്നം വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു സിംഗിൾ പോയിൻ്റ് ആക്കി മാറ്റാം. സിംഗിൾ പോയിൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ എന്താവും? 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ dl-നെ എന്താക്കാം? എനിക്ക് 0 ആക്കാം. ഞാനൊരു ലൈൻ എലമെൻറ്റ് പോലും എടുക്കേണ്ട കാര്യമില്ല. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ എനിക്കൊരു സിംഗിൾ പോയിൻറ്റിനെ ആ കർവായിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഫോർ എ ക്ലോസ്ഡ് സർഫസ്, ഓക്കെ, സർഫസ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എനിക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഡെൽ ക്രോസ് വി ഡോട്ട് ds ഈക്വൽ ടു 0 എന്നെനിക്ക് എഴുതാം. ഓക്കെ, ds ഓ da എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡെൽ ക്രോസ് വി ഡോട്ട് dl-നെ നമ്മൾ എന്തെന്നാണ് എഴുതിയത്? ബൗണ്ടറിയിലും നോക്കിയാൽ മതി എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോട്ടിൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കുടം. ഓക്കെ, ആ കുടത്തിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്, അല്ലെ, ഇത് കുടം ആക്ച്വലി ഒരു സർഫസാണ്. അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇത്. അതായത് ഈ കുടത്തിൻ്റെ സർഫസിലൂടെയുള്ള ഡെൽ ക്രോസ് വി ഡോട്ട് ds മൊത്തവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഈ ബൗണ്ടറിയിലെ ഈ ഡോട്ട് dl കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന് ഗ്രിഫിത്തിൽ പറയുന്ന എക്സാമ്പിൾ, നിങ്ങൾ ഈ ഇങ്ങനൊരു റിങ് എടുത്തിട്ട് ഇതിനകത്തൊരു സോപ്പ് ഫിലിം നമുക്ക് ഉണ്ടാക്കാമല്ലോ. സോപ്പിനകത്ത് മുക്കിയാൽ ഇവിടെ ഒരു സോപ്പ് ഫിലിം കിട്ടും. ഈ സോപ്പ് ഫിലിമിനെ പല ഷേപ്പിലേക്ക് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ ആക്കാം. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഊതിയാൽ മതി. ഒരു ചെറിയൊരു ബ്രീസ് കിട്ടിയാൽ ആ സാധനം ഇതിൻ്റെ ഷേപ്പ് പല രീതിയിലാവും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആവാം. എങ്ങനെ ആയാലും സർഫസ് ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഡെൽ ക്രോസ് വി ഡോട്ട് ds, സർഫസ് ഇൻറ്റഗ്രൽ അല്ല, ഡെൽ ക്രോസ് വി ds കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം ഇവിടുത്തെ മാത്രം ലൈൻ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കേളിൽ പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് b ഡോട്ട് dl 0 ആവും. ഓക്കെ, ഇൻറ്റഗ്രൽ b ഡോട്ട് dl എന്ന് പറയുന്ന സാധനമുണ്ട്.
അത് 0 ആവും. അങ്ങനെയാണെങ്കിൽ ബി എ നമുക്ക് ഡെൽ ക്രോസ് എ എന്ന് എഴുതാൻ പറ്റും. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, ഡെൽ ക്രോസ് എ എന്നൊക്കെ എഴുതും. മാഗ്നറ്റിസം വരുമ്പോൾ അത് പഠിക്കും. ഞാൻ അതിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സർഫസിനെയും ലൈനിനെയും കൂടെ നിങ്ങളിവിടെ എല്ലാം ഈ കണക്ഷൻ ഇവിടെ ഡെൽ ക്രോസ് കേള് ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ആക്ച്വലി കണക്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു പാത്ത് ആണെങ്കിൽ ആ പാത്ത് ഉണ്ടാവുന്നത് എന്തിനിടയ്ക്കാണ്? 2 പോയിൻറ്റ്സിനിടയ്ക്കാണ്. സോ എ പാത്ത് ഈസ് കണക്റ്റഡ് വിത്ത് എ പോയിൻറ്റ്. ആൻഡ് ഒരു സർഫസ് ഉണ്ടാവുന്നത് എവിടെയാണ്? സർഫസ് ഈസ് ബൗണ്ടഡ് ബൈ അതിൻ്റെ ലൈൻ. ഓക്കെ, അപ്പോൾ അതായത് ഒരു ജോമെട്രിക്കൽ ഷേപ്പും ആ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ബൗണ്ടറിയും കൂടെ കണക്ട് ചെയ്യുന്ന ലോസ് ആണ് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ തിയറംസ് എല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇത് ഡൈവേർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ചെയ്യുന്നത് ഡൈവേർജൻസ് തിയറം ഇതാണ്. ഡൈവേർജൻസ് തിയറം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഡൈവേർജൻസ്. സോറി, അതിൻ്റെ പേരിനകത്തായി. ഓക്കെ, അവിടെ ഡൈവേർജൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡൈവേർജൻസ്. ഓക്കെ, നമുക്ക് നോക്കാം അതെന്താണ്. അത് ഇങ്ങനെയാണ് എഴുതുക. ഇൻ്റഗ്രൽ ഓവർ എ വോളിയം ഡെൽ ഡോട്ട് വി ഡി ടോ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ്. ഓക്കെ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി ഒ. ഓക്കെ, റൈറ്റ് സൈഡ് എപ്പോഴും അതിൻ്റെ ബൗണ്ടറി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? വോളിയവും സർഫസും. കാരണം ഒരു വോളിയം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതിനെ ഒരു സർഫസ് കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കണം. ഒരു പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമായിരിക്കുമല്ലോ എപ്പോഴും വോളിയം. അതായത് അതിനെ നമുക്ക് അതിൻ്റെ സർഫസ്, അതായത് ഏതൊരു സോളിഡ് ഒബ്ജക്റ്റ് എടുത്താലും അതിനൊരു സർഫസ് ഉണ്ടാവും. ഒരു ക്ലോസ്ഡ് സർഫസും ആയിരിക്കും അത്. ഓപ്പൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു സോളിഡ് സർഫസ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അകത്തെന്തെങ്കിലും ഫില്ല് ചെയ്ത് അടഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ യൂഷ്വലി വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വോളിയമായിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ്? ദാറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഇറ്റ്സ് കോൾഡ് ഗോസ് ഡൈവേർജൻസ് തിയറം എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, ഗോസ് തിയറം എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഗോസസ് ലോയുമായിട്ടും ഇതിനൊരു കണക്ഷനുണ്ട്. ഗോസസ് ലോ എഴുതി വരുമ്പോൾ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആവും. നിങ്ങൾക്ക് കാണാം, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് ഇതാണ്. ഈ സാധനം എന്താണ്? ഇതിനെ നമ്മൾ ഫ്ലക്സ് എന്നാണ് വിളിക്കുക അല്ലേ. ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡൈവേർജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പം നമ്മളൊരു ഫ്ലൂയിഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ദർ ഈസ് എ പോസിറ്റീവ് ഡൈവേർജൻസ്. അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ നെഗറ്റീവ് ഡൈവേർജൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതെന്താണ്? ഒരു സോഴ്സാണ് അല്ലേ. വാട്ടറിൻ്റെ കേസിൽ വാട്ടർ വരുന്ന സോഴ്സിനെ നമ്മൾ ഫോസെറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഫോസെറ്റും സിങ്കും എന്ന് പറയും. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെന്ന് ചേരുന്ന സ്ഥലം. സിങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ബാത്റൂമിലെ നമ്മുടെ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നതിനെ നമ്മൾ സിങ്ക് എന്നാണ് പറയുന്നത്. കാരണം വെള്ളം വന്ന് ഇങ്ങനെ എന്താണ് ഇവിടുത്തെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡൈവേർജൻസ് ആണ്. നമ്മൾ യൂഷ്വലി ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു അഡീഷണൽ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിന് നമ്മൾ അറിയപ്പെടുന്നത് ആക്ച്വലി ഫോസെറ്റ് എന്നാണ് പറയുക. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മീനിങ് അതേ വേർഡ് തന്നെയാണ്. അത് വാട്ടർ സോഴ്സാണ്. അപ്പം ഡൈവേർജൻസ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ ഫോസെറ്റ് ആണോ സിങ്ക് ആണോ ഉള്ളതെന്നാണ്. ഓക്കെ, അതായത് ഒരു സോഴ്സ് ആണോ സിങ്ക് ആണോ, ഇവിടെ നിന്ന് വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ടോ അതോ അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡൈവേർജൻസ്. തൽക്കാലം പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് ഞാൻ തൽക്കാലം പറയും, സോഴ്സ് ആണെന്ന് വിചാരിക്കും. ദെൻ ഈ സൈഡിൽ പറയുന്നത് എന്താണ്? വി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ, വി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിലൂടെയുള്ള ഫ്ലോ ആണ് അല്ലേ, ഫ്ലോ ആണ്. ഓക്കെ, സർഫസിലൂടെ ഉള്ള ഫ്ലോ റേറ്റ്, അതായത് വോളിയം ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഏരിയയിൽ ടൈം, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ആ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബലൂൺ അല്ലെങ്കിൽ ഇങ്ങനൊരു സങ്കല്പം, ഇങ്ങനെ സങ്കല്പിക്കുക.
ഇങ്ങനെ ഒരു ഗ്ലോബ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു സാധനം. ഇതിനകത്തേക്ക് ഞാൻ പുറത്തുനിന്ന് കുറച്ച് പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 പൈപ്പ്, തൽക്കാലം 3-4 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്, അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തിനകത്തേക്ക് ഒരു 3-4 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റീലല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. കുറേ ഹോളുള്ള എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്താ വിചാരിക്കാം, ഇതിനകത്ത് കുറേയധികം ഹോളുകളുണ്ട്. അതായത് ഇതെന്താണ്, പെർമിയബിൾ മെംബ്രെയിനാണ്. അതായത് ഇതിനകത്ത് വരുന്ന ലിക്വിഡിന് പുറത്തേക്ക് പോകാൻ പറ്റും ഈ സർഫസിൽ കൂടെ എന്നാണ്. അപ്പോൾ ഈ പൈപ്പിലൂടെ എല്ലാം എന്തൊഴുകാണ്, മുകളിലേക്ക് വെള്ളം പോവുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീഡബിൾ അല്ല, ഒരു സെക്കൻഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്, ഒരു സോഴ്സാണ്. ഈ പോയിൻ്റ് എന്താണ്, സോഴ്സാണ്. ഈ പോയിൻ്റ് ഒരു സോഴ്സാണ്. അപ്പം ഈ പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യാം. ആ വാട്ടറിൻ്റെ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം ഡിഫറൻറ്റ് സാധനങ്ങളായിരിക്കും. ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഈ ഡെൽ ഡോട്ട് വി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇൻറ്റഗ്രൽ ഓവർ ഡെൽ ഡോട്ട് വി ഡി ടോ. ഈ വോളിയത്തിനകത്ത്, ഇത് ഡി ടോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻസൈഡ് ദിസ് വോളിയം കംപ്ലീറ്റ്ലി ആണ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഉള്ള ഡെൽ ഡോട്ട് വി എല്ലാം കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡി ടോ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇതിനകത്തുനിന്ന് എത്ര വെള്ളം പുറത്തേക്ക് വരുന്നു എന്നതിൻ്റെ കണക്കാണ്. ഓക്കെ, അതായത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ഇതിപ്പോൾ ഒരുപാട് പൈപ്പുകളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് സോഴ്സുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ സോഴ്സ് എല്ലാം കടന്ന് നിങ്ങൾ തപ്പണ്ട. പകരം എന്ത് ചെയ്താൽ മതി, ഈ ക്ലോസ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് ആരൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ പുറത്തേക്ക് ആരൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതിയാവും. ഓക്കെ, അതായത് ഇല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബലൂൺ ഉണ്ട്. നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ ടോം ആൻഡ് ജെറിക്കകത്ത് ടോമിന് വെടി കൊണ്ട് കഴിഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ വിചാരിക്കാം, കുറേ ഹോളിനകത്തൂടെ വെള്ളം പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് സങ്കല്പിക്കാം, ഒരു ഫ്ലക്സ് ആണല്ലേ, ഒരു ഫ്ലോ ആണ്. ഓക്കെ, ഈ ഫ്ലക്സ് നിങ്ങൾ അളന്നാൽ മതി, അകത്ത് സോഴ്സ് ഉണ്ടോ സിങ്ക് ഉണ്ടോ, അകത്തുനിന്ന് എത്ര വരുന്നു, അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും ഉള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം അകത്തുനിന്നുള്ള സോഴ്സുകളെക്കുറിച്ച് കണക്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തെത്ര വരുന്നു എന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, നെറ്റ്വർക്ക് നല്ല സ്ലോ ആവുമെന്ന് തോന്നുന്നു, നല്ല മഴയുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഗോസ് ഡൈവേർജൻസ് തിയറത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. phi is equal to q by epsilon 0. ഓക്കെ, എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് ഒരു ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്കുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനകത്തുള്ള ടോട്ടൽ ചാർജാണ്. അകത്തിരിക്കുന്നവനാണ് പുറത്തേക്ക് അതിന് എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഈ ഗോസസ് ലോയെ നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അത് നമ്മൾ പിന്നീട് എഴുതും. ഓക്കെ, ഇപ്പോൾ വേണ്ട. എനിവേ, അതായത് ഇതിനൊരു ഉദാഹരണം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള, അകത്തെന്തുണ്ടെന്ന് അറിയാതെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതായത് അകത്തെന്തുണ്ടെന്ന് അറിയില്ല, പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് അകത്തെന്തുണ്ടാവാമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്സാക്ട്ലി ഒരു പ്രോബ്ലം നമ്മുടെ +2 NCERT-യിലുണ്ട്. യു ഹാവ് എ ബ്ലാക്ക് ബോക്സ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അതിൻ്റെ പുറത്തേക്കുള്ള ഫ്ലക്സിൻ്റെ വാല്യൂ ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് ഇൻസൈഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഫ്ലക്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വെറുതെ പോയി നടന്ന് ഉള്ള ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് മെനക്കെടണ്ട. പകരം ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, പുറത്ത് വരുന്നതിനെ അളന്നിട്ട് അകത്തുള്ളത് പറയാൻ പറ്റും എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ലോ. ഓക്കെ, ഗോസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഗോസസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ് ഗോസസ് ലോ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വരുന്ന ലോ ആണിത്, ഗോസ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 തിയറംസ്. ഈ 3 തിയറവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.